സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ദിയ കൃഷ്ണയുടെ പ്രസവ ചിത്രീകരണം. ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം തകർത്താണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന പ്രേക്ഷക പ്രതികരണം. പ്രസവം ചിത്രീകരിച്ചതിനെ കുറിച്ച് മോശമായി പറയുന്ന ആളുകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ആ വീഡിയോയ്ക്ക് പിന്തുണയാണ് നൽകുന്നത്. മാറിയ കേരള സമൂഹത്തിന്റെ ഒരു വ്യക്തമായ മുഖം കൂടിയാണ് ഈ മാറ്റമെന്ന് പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോന്റെ കളിമൺ എന്ന സിനിമയ്ക്ക് വേണ്ടി സമാന രീതിയിൽ പ്രസവ ചിത്രീകരണം നടന്നിരുന്നു. ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വലിയ പ്രതിഷേധം തന്നെ അന്ന് നമ്മുടെ നാട്ടിൽ നടന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിയൊക്കെ ഒന്ന് മാറി. ദിയയുടെയും കുടുംബത്തിന്റെയും ചാനലുകളുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇതെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പേരും വീഡിയോയ്ക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത്. എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജീവൻ പോകുന്ന വേദനയിൽ തനിക്ക് പ്രിയപ്പെട്ടവരാരും കൂടെയില്ലാതെ ആശുപത്രിയിലെ 4 ചുമരുകൾക്കുള്ളിൽ പ്രസവിക്കുന്ന സ്ത്രീകളാണ് ഇന്ന് കേരള സമൂഹത്തിൽ അധികവും. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ മണിക്കൂറുകൾ നീളുന്ന മരണവേദന. ആ സമയത്ത് തന്റെ ഭർത്താവിനെ, അമ്മയെ, സഹോദരങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ആ സ്ത്രീകൾ കൊതിക്കുന്നുണ്ടാകും. എന്നാൽ ലേബർ റൂമിനുള്ളിലേക്ക് അവർക്ക് പ്രവേശനം അന്യമാണ്. ഈ സാഹചര്യത്തിലാണ് ദിയയുടെ പ്രസവം നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്തുന്നത്. ദിയയുടെ കൈ പിടിച്ച് കൂടെ നിൽക്കാൻ ഭർത്താവും അമ്മയും സഹോദരിമാരും കൂടെയുണ്ട്. മരണവേദന അനുഭവിക്കുമ്പോഴും ദിയയ്ക്ക് അതൊരു ആശ്വാസമാണ്. അവരുടെ സമീപനം വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ പ്രസവിക്കാൻ തിരഞ്ഞെടുക്കുന്നത് സർക്കാർ ആശുപത്രികൾ തന്നെയാകും. അവിടെയൊക്കെ എന്നാണ് ഇനി ഭർത്താവിന്റെയും അമ്മയുടെയും ഒക്കെ ആശ്വാസവാക്കുകൾ കേട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ സാധിക്കുക? ദിയയുടെ വീഡിയോ സമൂഹത്തിന് നൽകുന്ന മറ്റൊരു പാഠമുണ്ട്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന നിറഞ്ഞ മണിക്കൂറുകൾ ഇന്നും അറിയാത്ത ആളുകൾക്കുള്ള ഒരു പാഠം. കാലാകാലങ്ങളായി സ്ത്രീകൾ പ്രസവിക്കുന്നു. അതൊരു സാധാരണ സംഭവമായി മാറി. പക്ഷേ ഓരോ സ്ത്രീകൾക്കും അതൊരു സാധാരണ സംഭവമല്ല. അവർ കടന്നു പോകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇന്നും മറ്റുള്ളവർക്ക് അറിവുള്ള കാര്യമല്ല. ദിയയുടെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും പിന്നീട് അവരുടെ അമ്മയെ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കും, തന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മ ഇത്രയധികം വേദനകൾ സഹിച്ചോ എന്ന്. ദിയ പങ്കുവച്ച പ്രസവ വീഡിയോയിൽ കാണിക്കാൻ പാടില്ലാത്ത ഒന്നും തന്നെയില്ല. എന്നാൽ ഈ സമൂഹം കാണേണ്ട ചില കാര്യങ്ങളുമുണ്ട്. നോർമൽ ഡെലിവറിയിൽ കുടുംബത്തിനും പങ്കാളിയാകാം, പ്രത്യേകിച്ച് ഗർഭത്തിൽ പകുതി ഉത്തരവാദിത്തമുള്ള ഭർത്താവിന്. ഭാര്യയുടെ പ്രസവവേദന നേരിട്ട് കാണുന്ന പുരുഷന് ആ സ്ത്രീയോടുള്ള റെസ്പെക്റ്റ് കൂടുമെന്നുറപ്പാണ്. നൊന്ത് പ്രസവിക്കൽ അവരെ സംബന്ധിച്ച് ഇനി മേലിൽ അർത്ഥശൂന്യമായ ഒരു ക്ലീഷേ ഡയലോഗ് അല്ലാതെയാകും. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് അവരുടെ ആശ്വാസവാക്കുകൾ കേട്ടുകൊണ്ട് ഓരോ സ്ത്രീകൾക്കും സ്വന്തം കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.